വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ദിവ്യ ദേശ്മുഖിന് കിരീടം. ടൈം ബ്രേക്കറിൽ കൊനേരു ഹംപിയെ തോൽപ്പിച്ചു. ഇന്ത്യൻ വനിതാ താരം ലോക ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുന്നത് ചരിത്രത്തിലാദ്യം. She's a few moves away. I think Divya's evaluation bar just hit. Here we are. Divya Deshmukh What the emotions. has done it, ladies and gentlemen. She cannot hold her tears. This is such a moment for all of us. Look at her. She's actually Congratulations crying. to the winner of the World Cup, Divya Deshmukh. Hampi Koneru has put such a fight, but it was written in the stars. വിവരങ്ങളുമായി രുചീഷ് വി രവീന്ദ്രൻ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നു. രുചീഷ്, അങ്ങനെ ദിവ്യ ദേശ്മുഖിലൂടെ ചരിത്രം പിറന്നിരിക്കുന്നു അല്ലേ? സംഗീത, തീർച്ചയായും ചരിത്ര നേട്ടത്തിൽ തന്നെയാണ് ദിവ്യ ദേശ്മുഖ് ഉള്ളത്. കാരണം ഇന്ത്യൻ ചെസ്സിനെ നമ്മൾ എല്ലാ കാലത്തും ഇന്ത്യൻ ചെസ്സിന്റെ വഴിത്തിരിവാകുന്നത് വിശ്വനാഥൻ ആനന്ദ് എന്ന ഒരു മനുഷ്യനിലൂടെയാണ്. അതിനുശേഷം വിശ്വനാഥൻ ആനന്ദ് മാത്രമാണ് ലോകകപ്പ് നേടിയ ഒരേ ഒരു ഇന്ത്യൻ താരം. അതിനിടയിൽ ഒരു വനിതാ താരം കൂടി കടന്നു വരുന്നു എന്നതാണ് ദിവ്യ ദേശ്മുഖിന്റെ ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ദിവ്യ ദേശ്മുഖ് എന്ന താരം ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യ ദേശ്മുഖിന്റെ പേരിലേക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ദിവ്യ ദേശ്മുഖ് ഈ മത്സരത്തിന് ശേഷം കണ്ണീരോ അണിഞ്ഞ് അവരുടെ ആനന്ദം പ്രകടിപ്പിച്ചതിന് ശേഷം പറഞ്ഞത് തൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവിയിലേക്ക് തനിക്ക് ഉയരാനുള്ള നിയോഗം ഈ വിജയത്തിലൂടെയാണ് എന്ന് സംഭവിച്ചതിൽ ഒരുപാട് അഭിമാനം എന്നാണ്. കാരണം ഇന്ത്യക്കാകെ 87 ഗ്രാൻഡ് മാസ്റ്ററാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്നത്. അതിൽ വെറും 3 വനിതാ താരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 4ാമത്തെ വനിതാ താരമായി ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് ലോകകപ്പ് ജയിച്ചുകൊണ്ട് ദിവ്യ ദേശ്മുഖ് കടന്നു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊനേരു ഹംപി നമുക്കറിയാം വർഷങ്ങളോളമായി ഇന്ത്യയുടെ വനിതാ ചെസ്സിന്റെ ഏറ്റവും വലിയ മുഖമായി നിന്നത് കൊനേരു ഹംപി തന്നെയാണ്. കൊനേരു ഹംപിയുമായി ഒരു ഫൈനലിലേക്ക് പോരാട്ടത്തിലേക്ക് ഈ മത്സരം പോകുമ്പോൾ ആ ഫൈനൽ പോലും വലിയ ചരിത്ര നിമിഷമാണ്. കാരണം 2 ഇന്ത്യൻ താരങ്ങൾ ആദ്യമായി ഫൈനൽ കളിക്കുകയാണ്. കാരണം ലോകകപ്പിന്റെ ഫൈനലിലേക്ക് സെമി ഫൈനലിലേക്ക് പോലും ഒരു ഇന്ത്യൻ വനിതാ താരം വരുന്നത് ഈ ടൂർണമെന്റിലാണ്. ആദ്യമായി കൊനേരു ഹംപി ഈ ടൂർണമെന്റിന്റെ സെമി ഫൈനലിലേക്ക് എത്തുന്നു. തൊട്ട് പിന്നാലെ ദിവ്യ ദേശ്മുഖ് സെമിയിൽ നിന്ന് വിജയിച്ച് ഫൈനലിലേക്ക് എത്തുന്നു. ആദ്യമായി ഫൈനലിൽ പ്രവേശിക്കുന്ന വനിതാ താരമായി ദിവ്യ ദേശ്മുഖ് മാറുമ്പോഴാണ് സത്യത്തിൽ ഈ ഇന്ത്യൻ ചെസ്സിലെ ആളുകൾ വലിയ പ്രതീക്ഷയോടെ ദിവ്യ ദേശ്മുഖിന്റെ പ്രകടനത്തെ കാണുന്നത്. പക്ഷേ അവിടെയും കൊനേരു ഹംപിയെ പോലുള്ള ഒരു പ്രതിഭാധനയായ ഒരു താരത്തോട് എത്ര കണ്ട് ദിവ്യ ദേശ്മുഖിന്റെ പ്രകടനം നിൽക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. ആദ്യഘട്ടത്തിൽ 2 ക്ലാസിക്കൽ ഗെയിമുകളാണ് ഫൈനലിൽ തീരുമാനിക്കപ്പെടുക. ആ 2 മത്സരങ്ങൾ അനുസരിച്ചാണ് ടൈ ബ്രേക്കറിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 2 ക്ലാസിക്കൽ ഗെയിമുകളും സമനിലയായതോടെയാണ് ഇന്ന് ടൈ ബ്രേക്കറിലേക്ക് ഈ മത്സരം മാറിയത്. ടൈ ബ്രേക്കറിലെ ആദ്യ മത്സരവും സമനിലയാവുകയായിരുന്നു. 2ാമത്തെ മത്സരത്തിലാണ് കൊനേരു ഹംപിയെ തോൽപ്പിച്ചുകൊണ്ട് ദിവ്യ ദേശ്മുഖ് ഇപ്പോൾ ലോക കിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ചെസ്സിന് വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം. ഒരു വനിതാ താരം ആദ്യമായി ലോകകപ്പ് നേടുന്നു എന്നത് മാത്രമല്ല, അവർ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി, ഇന്ത്യയുടെ 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി ദിവ്യ ദേശ്മുഖ് മാറുന്നു. നമുക്ക് 2000-ലും 2002-ലും വിശ്വനാഥൻ ആനന്ദ് ലോകകപ്പ് നേടിയതിനു ശേഷം മറ്റൊരു ഇന്ത്യൻ താരത്തിനും ലോകകപ്പ് കിരീടം നേടാൻ സാധിച്ചിരുന്നില്ല. നമുക്കറിയാം പുരുഷ താരങ്ങളിൽ ഒരുപാട് പ്രതിഭകൾ പിന്നീട് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഉയർന്നു വന്നു കഴിഞ്ഞു. ഗുകേഷ് ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടി. എന്തായാലും ലോകകപ്പിലേക്ക് കിരീടം നേടാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ലോക ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷ് കിരീടം നേടി. പ്രഗ്യാനന്ദയും അർജുൻ എർഗേസിയും ഒക്കെ ഒരുപാട് യുവതാരങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരുപാട് യുവതാരങ്ങൾ നമുക്ക് പുരുഷ താരങ്ങളിൽ ഉണ്ട്. പക്ഷേ വനിതാ താരങ്ങളിൽ അതേ കൊനേരു ഹംപിയെ പോലെ കൂടുതൽ താരങ്ങൾ, വൈശാലിയൊക്കെ ഈയിടക്ക് കൂടുതൽ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവിടെയാണ് നമുക്ക് ലോകകപ്പിന്റെ കിരീട ജയത്തിലേക്ക് ഒരു വനിതാ താരം കൂടി എത്തുന്നത്. എന്തായാലും ഇന്ത്യൻ ചെസ് അടുത്ത ഒരു പതിറ്റാണ്ടിലേക്ക് ഇന്ത്യൻ ചെസ് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കും എന്ന് ആളുകൾ പറയുന്നത് വിശ്വനാഥൻ ആനന്ദ് കൊളുത്തിവിട്ട ആ പ്രകാശം നമ്മുടെ യുവതാരങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. നമുക്കറിയാം 19 വയസ്സ് മാത്രമാണ് വൈശാലിക്കുള്ളത്. 38 വൈശാലിയുടെ ഇരട്ടി പ്രായമുള്ള ഒരു താരമാണ് കൊനേരു ഹംപി. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു താരമാണ്. എന്തായാലും ഈ അനുഭവ സമ്പത്ത് തന്നെയാണ് കൊനേരു ഹംപിക്ക് ഈ ഫൈനലിൽ ഉടനീളം ദിവ്യ ദേശ്മുഖിന്റെ പ്രകടനത്തെ സമനിലയിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും പറ്റിയത്. എന്തായാലും ദിവ്യ ദേശ്മുഖിന്റെ വിജയം എന്തായാലും ഉണ്ടായിരിക്കുന്നു. അവർ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് നേടുന്ന ഒരു വനിതാ താരമായി മാറുകയാണ്. ഒരുപാട് താരങ്ങൾ വനിതകളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ പേര് ലോകത്തിന് മുന്നിൽ
എടുക്കേണ്ട ഒരു മത്സരത്തിൽ ലോകകപ്പിൽ ആദ്യമായി തന്നെ വനിതകൾ സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും എത്തിയ ഒരു മത്സരത്തിൽ ഒരു ഓൾ ഇന്ത്യ ഫൈനലിൽ എന്തായാലും ദിവ്യ ദേശ്മുഖിന് കിരീടം നേടാൻ സാധിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് 23 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ താരം ഇപ്പോൾ ലോക കിരീടം നേടുന്നത്. അത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഒരു വനിതാ താരത്തിലൂടെ സംഭവിക്കുന്നു. 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി ദിവ്യ ദേശ്മുഖ് മാറുന്നു. വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം. എന്തായാലും ഈ ടൂർണമെന്റിലേക്ക് വന്നാൽ ഒരുപാട് ഇടയിൽ മത്സരങ്ങളിൽ തൻ്റെ പ്രതിഭകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ദിവ്യ അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്ന ഒരു സമയത്തേക്ക് കാത്തിരിക്കണം. കാരണം അങ്ങനെ ഉറക്കമില്ലാതെ ഈ മത്സരത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു കാലഘട്ടം ഇതിന് മുൻപുള്ള ദിവസങ്ങളിലുണ്ട്. അതിനിടയിൽ ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികൾ ഈ മത്സരങ്ങൾക്കിടയിൽ ദിവ്യ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് കഴിവുള്ള ആളുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഒന്നൊന്നായി മറികടന്ന് ഏറ്റവും ഒടുവിൽ ഏറ്റവും ശക്തരായ ഒരു എതിരാളിയെ തന്നെ ഫൈനലിൽ കിട്ടുന്നു. ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു എതിരാളിയെ ഫൈനലിൽ കിട്ടുന്നു. അവിടെയും വിജയിച്ചുകൊണ്ട് തൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ഒരു ലോകകപ്പ് കിരീടത്തോടെ തന്നെ ദിവ്യ ദേശ്മുഖ് സ്വന്തമാക്കുന്നു എന്നത് തന്നെ വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. തീർച്ചയായും രുചീഷ്, എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഈ വിജയം അടയാളപ്പെടുത്തപ്പെടുകയാണ്. രുചീഷ്, ഇന്നത്തെ കളിയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ എങ്ങനെയാണ്? ആരാധകർക്കൊക്കെ അതറിയാൻ, ഇന്നത്തെ കരുനീക്കങ്ങളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ഇന്നത്തെ കളിയുടെ പ്രത്യേകതകൾ പ്രത്യേകമായി എടുത്തു പറയാൻ എന്തൊക്കെയാണുള്ളത്? സംഗീത, ഇന്നത്തെ മത്സരം നമുക്കറിയാം, 2 ക്ലാസിക്കൽ ഗെയിമിന് ശേഷമാണ് ടൈ ബ്രേക്കർ പോരാട്ടം വരുന്നത്. ഇന്നും ആദ്യഘട്ടത്തിൽ 15 മിനിറ്റ് ദൈർഘ്യമുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ അത് സമനിലയിലേക്ക് പോകുന്നു. പിന്നീട് സാധാരണഗതിയിൽ ഇത് 2 മത്സരങ്ങൾ വെച്ചാണ് ഈ ഫൈനൽ തീരുമാനിക്കപ്പെടുന്നത്. ആദ്യഘട്ടം അത് ക്ലാസിക്കൽ ഗെയിം ആയിരുന്നു. രണ്ടാം ഘട്ടം ടൈ ബ്രേക്കർ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് ഷോർട്ട് മത്സരങ്ങളാണ്. അതിനുശേഷം ബ്ലിറ്റ്സിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് 2ാം മത്സരത്തിൽ ജയിച്ചാണ് ഇപ്പോൾ ദിവ്യ ദേശ്മുഖ് കിരീടം നേടിയത്. എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ 2 മത്സരങ്ങളും ഉണ്ടായിരുന്നത്. കാരണം 2 താരങ്ങളും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യ മത്സരം സമനിലയിലേക്ക് തന്നെ പോവുകയായിരുന്നു. 2ാം മത്സരത്തിലാണ് ദിവ്യയുടെ ഒരുപക്ഷെ ദിവ്യ കഴിഞ്ഞ ദിവസം ക്ലാസിക്കൽ പോരിൽ തന്നെ ദിവ്യ ഒരുപക്ഷെ കിരീടം നേടും എന്ന് കരുതിയിരുന്നു. അവസാന ഘട്ടം വരെ ആദ്യഘട്ടത്തിൽ ഒരു 37 നീക്കത്തോടെ ഒരു സമനിലയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ദിവ്യയുടെ ഒരു പിഴവാണ് കൊനേരു ഹംപിക്ക് ആദ്യഘട്ടത്തിൽ ക്ലാസിക്കൽ ഗെയിമിലും ഗുണമായത്. അത്തരത്തിൽ ആദ്യ തുടക്കം മുതൽ ഇത് ഫൈനലിലേക്ക് വന്ന തുടക്കം മുതൽ തന്നെ കൊനേരു ഹംപിയേക്കാൾ മികച്ച രീതിയിൽ പല അവസരങ്ങളിലും മുന്നിട്ട് നിന്നത് ദിവ്യ ദേശ്മുഖ് തന്നെയായിരുന്നു. പക്ഷെ പലപ്പോഴും കൊനേരു ഹംപിയുടെ ഒരു അനുഭവ സമ്പത്ത് പലപ്പോഴും ഈ മത്സരത്തിൽ അവർക്ക് ഗുണമായി എന്നാണ് ഈ മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുക. കാരണം എന്തായാലും അർഹിച്ച ഒരു കൈയിലേക്ക് തന്നെയാണ് കിരീടം എത്തിയത്. ശരി രുചീഷ്, എന്താണെങ്കിലും ചരിത്രം പിറന്നിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖിലൂടെ. രുചീഷ് വി രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.